ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാം ഐറ്റംസ് അവൈലബിൾ ആണ്. അജ്രക്കില് അതും പ്രിൻസസ് കട്ടില് വരുന്ന കോട്ടന്റെ ഇവിടെ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഇത് നമ്മുടെ ഒരു കോപ്പർ മോഡലാണ്. അപ്പൊ ഇത് ചെറിയ സൈസ് ആണെങ്കിൽ ഇത് വലിയ സൈസ്, നല്ല കളർ ഷെയ്ഡ് അല്ലേ? അപ്പൊ ഇങ്ങനെ ഷർട്ട് മോഡൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ഇത് ജുബ മോഡൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇത് സെറ്റിംഗ് ചെയ്തിട്ട് പാക്ക് ചെയ്യുക. ഇതും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോണ സംഭവമാണ് കേട്ടോ. 365 ഡേയ്സ് ഇവിടെ സെയിൽ ഉണ്ട്. 365 ഡേയ്സ് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇതാ വേറെ മോഡല് സ്ട്രൈപ്പില് എന്ത് രസം നോക്കുക, കെട്ടുടുപ്പ് എന്താ ലുക്കില്ലേ, ക്രോപ്പ് ടോപ്പ് ഇപ്പോഴത്തെ സ്റ്റൈല്. ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബോക്സിന്റെ ഫുൾ കളക്ഷൻസ് ആണ് ഈ സൈഡ് മൊത്തം ഇരിക്കുന്നത്. ബൾക്കായിട്ടുള്ള സംഭവങ്ങളാണ് കട്ട് ചെയ്ത് നമുക്ക് പാവാടയായിട്ട് ഇടുന്നത്. പേസ്റ്റൽ ഷെയ്ഡ് ഇത്തിരി ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുക അല്ലേ? ഈ ഡിസൈൻ വേറെ, ആ ഡിസൈൻ വേറെ. പ്രിൻസ് പട്ട് പാവാട ഓൾറെഡി ബ്രാൻഡഡ് ആണ്. ബ്രാൻഡ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. എന്നാൽ ട്രെൻഡിനോടൊപ്പം ഞങ്ങൾ ഉണ്ട് താനും കണ്ട. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് എറണാകുളം മാർക്കറ്റ് റോഡിൽ നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പിന്റെ പേര് അറിയണ്ടേ? ഷോപ്പിന്റെ പേരാണ് എല്ലാം ഉള്ളത് കേട്ടോ. പ്രിൻസ് പട്ട് പാവാട പേരിൽ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ ബാക്കി പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ മാർക്കറ്റ് റോഡിലെ എക്സാക്ട് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് വരുന്നത്. കണ്ടോ, ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ബിൽഡിംഗ് നിൽക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ക്ലോത്ത് ബസാറും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഗോപാലപ്രഭു റോഡ് വഴിക്ക് കയറി വരുമ്പോൾ നമ്മൾ നിൽക്കുന്നത് മാർക്കറ്റ് റോഡിൽ പ്രിൻസ് പട്ട് പാവാട. ഇപ്പോഴത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഒന്ന് കയറിയാലോ? വരൂ. അതിന് മുന്നേ ഇവിടെ ബ്ലൂ ഡയമണ്ട് ഹോട്ടലുണ്ട്. അടുത്തുള്ള ലൊക്കേഷൻ പറഞ്ഞാൽ ബ്ലൂ ഡയമണ്ട് ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ പ്രിൻസ് പട്ട് പാവാട. ഇതാണ് നമ്മുടെ പ്രിൻസ് പട്ട് പാവാട. ഇവിടെ എന്താ കാര്യമായിട്ട് നടക്കണേ? പാക്കിംഗ് ആണോ ചെയ്യണേ? എന്താ ചെയ്യണേ? कस्टमर का आइटम है, हम लोग चेकिंग करके पैकिंग करता है, पैक करके बेचता है. ഞാൻ മലയാളം പറഞ്ഞപ്പോൾ മനസ്സിലായിട്ട കാര്യം. എന്തായാലും പാക്കിംഗ് അവിടെ നടക്കട്ടെ. എന്തായാലും തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രിൻസ് പട്ട് പാവാട പുതിയ ട്രെൻഡി കളക്ഷൻസ് ആണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഫുൾ വലിയ കളക്ഷൻസ്, വലിയ പീസുകൾ ഒക്കെ ക്രോപ്പ് ടോപ്പിൽ അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാം ഐറ്റംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഷോപ്പിൻ്റെ ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രിൻസ് പട്ട് പാവാടയുടെ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ആൺകുട്ടികളായാലും പെൺകുട്ടികൾക്കായാലും എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫുൾ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ. ഇത് അവിടെ ഇതൊരു മലയാളി കുട്ടിയാണ്, ബാക്കിയൊക്കെ ഹിന്ദിക്കാരൻ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഹലോ, തിരക്കിലാണോ? ഹായ്. അയ്യോ ഇതൊന്ന് വെച്ചോട്ടെ, ഇത് മൈക്കാണ് കേട്ടോ. എന്താണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഓർഡർ ഉണ്ട്, എടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക്. അപ്പൊ ഇതെന്താ ഫുൾ ഈ ഒരു പാക്കിംഗ് അവിടെ കാണുമ്പോ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാക്കിംഗ്, ഇത് രണ്ടും എന്താ? ഇത് നമ്മുടെ ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ടാണ് വരുന്നത് പാക്കിംഗ്. നമ്മുടെ പ്രിൻസിന്റെ തന്നെ ബോത്ത് ഐറ്റം. ഇത് നമ്മുടെ ട്രഡീഷണൽ ആണ് വരുന്നത് ബോത്ത് കവറിൽ. ഓക്കെ. അപ്പൊ പ്രിൻസ് പട്ട് പാവാട ട്രഡീഷണൽ ആണെന്ന് പറഞ്ഞിട്ട് കാലത്തിനോടൊപ്പം തന്നെ നമുക്ക് ട്രെൻഡി ഐറ്റംസ് ഇവിടെ കിട്ടില്ല. നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എന്താണ് ഇവിടുത്തെ വെറൈറ്റീസ്? ഇപ്പൊ ഇതാണ് ബോക്സ് പാക്കിംഗ്, ഇവിടെയാണ് നമുക്ക് ഇതാണ് ട്രഡീഷണൽ എന്ന് പറഞ്ഞത്. നമ്മുടെ ട്രഡീഷണൽ ഫ്രോക്കാണ് വരുന്നത്. ഫ്രോക്ക് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡി വന്നിട്ടുണ്ട്. അതെ, പിന്നെ വന്നിട്ടുണ്ട് നമ്മുടെ പ്രിൻസിന്റെ തന്നെ ട്രഡീഷണൽ പ്രിന്റ് ഇതായിരുന്നു മോഡല്. ഇതാ മോഡലിനാ ഇത് പാക്കിംഗ്. ആക്ച്വലി ഇങ്ങനെയാണ് ഇവരുടെ പ്രീമിയം പാക്കിംഗ് വരുന്നത്. പ്രീമിയം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റേറ്റ് വൈസ് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു പ്രീമിയം കളക്ഷൻസ് എങ്ങനെയാ വരുന്നത്. നമ്മുടെ പുതിയ പാറ്റേൺ തന്നെ അജ്രക്കിന്റെ അല്ലേ? ആഹാ, അജ്രക്കില് അതും പ്രിൻസസ് കട്ടില് വരുന്ന കോട്ടന്റെ മെറ്റീരിയൽ. ഇനി ഇതിന്റെ വർക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വർക്കാണ്. സെയിം അജ്രക്കിന്റെ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഇങ്ങനെ മാറി കിട്ടും. നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത്, ഡിഫറെന്റ് സൈസും ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇതാണ് ഒരു ഇതിന്റെ സൈസ് എത്ര വരുന്നത്? നമുക്ക് 16 തൊട്ട് 32 വരുന്നത്. ഈ 16 തൊട്ട് 32 പറയുമ്പോൾ സെയിം മോഡൽ തന്നെയാ വരുന്നത്? സെയിം മോഡലും സെയിം കളറൊക്കെ സെയിം, കളർ ഡിഫറെന്റ് ആയിരിക്കും, മോഡൽ സെയിം ആയിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് 16 to 32 എന്ന് പറഞ്ഞില്ലേ? ഇത് 16 to 32 എന്ന് പറയുമ്പോൾ അതില് സെയിം ഇതിൽ തന്നെ സൈസസ് അല്ലേ ഡിഫറെന്റ് വരാം? കളറും ഡിഫറെന്റ് വരും. അപ്പൊ കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. അപ്പൊ ഇതൊരു രീതി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളർ. അപ്പൊ കാലത്തിനൊപ്പം നിങ്ങളുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു കോപ്പർ മോഡലാണ്. കോപ്പറിൽ ഇത് കാണുന്നത് ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ, പ്രിന്റ് അല്ല. ഇത് ഫുൾ ത്രെഡ് ആണ്. കുട്ടികൾക്കൊക്കെ ഇട്ട് വരുമ്പോൾ എന്ത് രസമായിരിക്കില്ല അവർ ഇട്ട് കാണുമ്പോൾ. ഇതുപോലെ തന്നെയാണ് 60 നമുക്ക് 32 ഡിഫറെന്റ് കളേഴ്സാണ് വരുന്നത്. കുറെ ഉണ്ട് അല്ലേ? സാധാരണ നമ്മൾ വിചാരിക്കും കുട്ടികൾക്കൊക്കെ കുറച്ചുള്ളൂ എന്ന്. പക്ഷെ ഇതൊക്കെ ക്രോപ്പ് ടോപ്പ് ആണ്. അതിപ്പോ നമ്മൾ നേരത്തെ ഡമ്മിൽ കാണിച്ചില്ല വലിയവർക്കുള്ളത്, അതേപോലെ തന്നെ കുട്ടികൾക്കുള്ളത്. ഈ വലിയവർക്കുള്ളത് പറഞ്ഞാൽ ആ ഡമ്മിൽ ഇട്ടിരിക്കുന്നത് അതൊക്കെ സൈസ് എത്രയാണ് വരുന്നത്? നമുക്ക് 34 to 40 ആണ് സൈസ്. 40 ആണ് സൈസ്. 40 സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് പാകാവും. ഇവിടെ എവിടെയോ മൊബൈൽ അടിക്കുന്നുണ്ട്, ആ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്യട്ടെ.
എന്നാ ഇതൊന്ന് ഓഫ് ചെയ്യും. കസ്റ്റമേഴ്സ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. രാവിലെ തൊട്ട് ഞാൻ എത്ര നേരം അറിയാം ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് സമയം ചോദിച്ചോണ്ടിരിക്കുന്നത്. കസ്റ്റമേഴ്സിന്റെ തിരക്ക് കഴിയുമ്പോൾ കുറച്ച് നേരം എടുക്കും, പിന്നെയും പോകും, എങ്ങനെ വീഡിയോ കോളാൻ തോന്നിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു കളക്ഷൻസിൽ നമ്മൾ ഈ വലിയവർക്ക് 40 സൈസ് വരെ ഉണ്ട്. 40 സൈസ് അപ്പൊ വലിയൊരുക്കുള്ളതുണ്ട്. പിന്നില്ലേ, നമുക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇതൊരു കളക്ഷനായി. അതുപോലെ തന്നെ കോപ്പർ മോഡൽ തന്നെയാണ്. നമുക്ക് ഫുൾ കോപ്പർ വന്നിട്ട് ഇതാവുമ്പോ നമുക്ക് അടിയില് ഇങ്ങനെ കോൺട്രാസ്റ്റ് അല്ല വരുന്നത്, നോർമൽ സെയിം ആ ഒരു തുണിയിൽ തന്നെ വരുന്ന ഒരു കളക്ഷൻ. പിന്നെ ഈ ഒരു സ്ലീവ് നല്ല അടിപൊളിയായിട്ടുണ്ട്. സ്ലീവിലും മാറ്റമുണ്ട്. നമ്മുടെ സാരി ബ്ലൗസിനൊക്കെ വെച്ച് ഇപ്പം ആ ഒരു സ്ലീവാണ് ഇതിന് വരുമ്പോ ഒരു മെഗാ പഫ് സ്ലീവ് ആണ് വരുന്നത്. അങ്ങനെ ഓരോ സ്ലീവിന് വ്യത്യാസമുണ്ട്. സ്ലീവ് ഇല്ലാത്തതും വരുന്നുണ്ട് അല്ലേ? ഈ ഒരു മോഡൽ നമുക്ക് സിംഗിൾ കളർ വരുന്നത്. ഈ ഒരു കോപ്പർ മാത്രമേ വരുന്നത്, ഇതിൽ വേറെ കളേഴ്സ് വരുന്നില്ല അല്ലെ? ഓക്കെ. ഇനി ഇപ്പൊ ബോക്സ് പാക്കിംഗ് വേണമെന്ന് പറയണവർക്ക് ബോക്സ് പാക്കിംഗ്, അല്ലാത്തവർക്ക് കവർ പാക്കിംഗ് ഉണ്ട്. 2 പാക്കിങ്ങും വരുന്നുണ്ട്. ഇത് നോക്കിയേ. അപ്പൊ ഈ ബോക്സ് പാക്കിംഗ് കവർ പാക്കിംഗ് അത് എന്താ സിംഗ് മനസ്സിലായില്ലല്ലോ, എന്താ സംഭവം? നമ്മുടെ ബോക്സ് പാക്കിംഗ് നമ്മുടെ തന്നെ ഐറ്റം ആണ്, പ്രിൻസിന്റെ തന്നെ. കവർ പാക്കിംഗ് നമ്മുടെ തന്നെ. നമ്മുടെ 3440 നമ്മുടെ ഐറ്റം വരുന്നത്. നമ്മുടെ പ്രിൻസിന്റെ തന്നെ ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ടാ വരുന്നത്. ഡിഫറെന്റ് സൈസ്. ഓക്കെ. ഇത് കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു നെക്കിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. നെക്കിന്റെ വർക്ക് ഉണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക്. ഇതെല്ലാം നമുക്ക് കളർ മിക്സ് ആണ് വരുന്നത്. ഇതാവുമ്പോ പച്ചയ്ക്ക് പകരം വേറെ വേറെ കളേഴ്സ് സൈസ് വരുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. ഇതും സൈസ് 32 സൈസ്. 30 സൈസ്. അപ്പൊ ഈ സൈസ് മൊത്തം എടുക്കണം. 16 to 32. 16 32 9 പീസാ വരുന്നത്. 9 പീസ് നമ്മൾ എടുക്കണം. കാരണം ഇത് ഹോൾസെയിൽ ആണ്. റീറ്റെയിലിന്റെ ഇവിടെ പരിപാടിയില്ല. ഒരു പീസിനായിട്ട് ആരും ചോദിക്കേണ്ട. ഇതിന്റെ റേറ്റ് അറിയണമെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാൻ തന്നെ വേണം. അപ്പൊ വിളിച്ച് ചോദിക്കാന്ന് പറയുമ്പോൾ കടക്കാര് അവർക്ക് മാത്രമല്ല, വിളിച്ച് കഴിഞ്ഞാൽ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞ ഒരു പീസിനായിട്ട് റേറ്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. അപ്പൊ ഇത് ഒരു കളക്ഷൻസ് ആയി. ഇനിയിപ്പോ നോക്കിയാൽ ഈ കാണുന്നത് ബോക്സ് പാക്കിംഗ്. ഇപ്പൊ നമ്മളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്ന ബോക്സിന്റെ ഫുൾ കളക്ഷൻസ് ആണ് ഈ സൈഡ് മൊത്തം ഇരിക്കുന്നത് അല്ലേ? അതെ തന്നെ. അപ്പൊ ഈ സൈഡിൽ ഇരിക്കുമ്പോൾ മൊത്തം പ്ലാസ്റ്റിക്കിന്റെ കവറിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ട്രഡീഷണൽ ഫ്രോക്ക് ആണ്. ഒരു 1 ഇയർ മുതൽ 10 ഇയർ വരെയുള്ള. അപ്പൊ ഇതുപോലത്തെ നോർമലില് വരുന്നുണ്ടോ? നോർമലിലും വരുന്നുണ്ടല്ലോ. ഇത് നോർമലില് വരുന്നതൊന്ന് കാണിച്ചേ. നോർമലില് ഇതാവുമ്പോ നോർമലില് വരുന്നതാണ് കേട്ടോ. ട്രഡീഷണൽ ആണ്. ഞാൻ തെറ്റി പറഞ്ഞപ്പോഴും അവിടുന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇതൊരു പ്രീമിയം കളക്ഷൻ ആണ്. ഇതിന്റെ നോർമൽ വരുന്ന ഐറ്റം ആണ് ഈ കാണുന്നത്. അപ്പൊ എന്താണ് ഇത്? ഇതാണ് നമ്മുടെ നോർമൽ പട്ടുവാട മോഡൽ വരുന്നത്. ഇത് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് റേഞ്ചും മാറും. അപ്പൊ റേഞ്ച് മാറുന്ന എല്ലാ കസ്റ്റമേഴ്സ് വരുന്നതിനനുസരിച്ചിട്ട് കൊടുക്കണം അല്ലേ? കൊടുക്കണമല്ലോ. ഇനി വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും പിടിച്ചേ. ഇതിൽ എന്തെങ്കിലും ഒന്ന് പിടി കിട്ടിയാൽ നിങ്ങൾക്ക് പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഫ്ലീറ്റിംഗ് ഒക്കെ കണ്ടോ, കറക്റ്റ് ആ ഒരു പക്ക ഫ്ലീറ്റിലാണ് കിടക്കുന്നത്. ഇതിന്റെ ഫ്ലീറ്റ് കണ്ടോ. അപ്പൊ ഇതൊരു നോർമൽ നമുക്ക് സാധാരണ ഒരു പാക്കിങ്ങിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, എന്നാൽ ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. രണ്ടിന്റെയും തുണിക്ക് വ്യത്യാസം ഉണ്ട്. നമ്മൾ പറയൂല എല്ലാത്തിനും കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്തിട്ട് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് വേണം. അപ്പൊ അവർ ഏത് ബഡ്ജറ്റാണ് പറയണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എടുത്ത് കൊടുക്കൂല. എന്നാൽ അധികം റേറ്റും ഇല്ല. ഇനി പ്രിൻസ് പട്ട് പാവാട ഓൾറെഡി ബ്രാൻഡഡ് ആണ്. അവര് ഇപ്പൊ ട്രഡീഷണൽ കുറേ സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ആ കാലത്തിനൊപ്പം അനുസരിച്ചിട്ട് സഞ്ചരിക്കുന്നുണ്ട്. എന്നെ കൂടി ഒന്ന് സഞ്ചരിപ്പിക്കൂ. ഉറപ്പായിട്ടും. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. സംഭവം ഉണ്ട്. നമ്മുടെ ഈറോഡ് ഉണ്ട്, സിൻതേരിമുക്കിലുണ്ട്. നമ്മൾ തന്നെ ചെയ്ത് റെഡിയാക്കുന്ന ഐറ്റമാണ് ഇതൊക്കെ. ഫുള്ള് എന്തായാലും എനിക്ക് അവിടേക്ക് ഒന്ന് പോയി ഒന്ന് കാണിച്ചു തരണം കേട്ടോ. എന്തായാലും ഇത് രണ്ടും രീതിയിൽ 2 റേറ്റിൽ 2 മെറ്റീരിയലിലൊക്കെ വ്യത്യാസമായിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പൊ ഇനി ഇതിനെ കുറിച്ച് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതിന്റെ കുറെ കളക്ഷൻസ് ഇതിന്റെ നോർമലിൽ വരുന്നത് അല്ലേ? ഇത് നമുക്ക് സിംഗിൾ കളർ തന്നെ, നോർമൽ ഗോൾഡൻ. ഇത് നമുക്ക് ഡിഫറെന്റ് കളറാ വരുന്നത്. പക്ഷെ നമുക്ക് ഇത് വരുമ്പോൾ 16 30 to 3 നമ്മുടെ ബോക്സ് ഐറ്റം പോലെ 16 30 to 9 പീസ് പോലെ അങ്ങനെ എടുക്കേണ്ടത്. നമുക്ക് 63 സൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ. ഇതിലാകുമ്പോൾ 3 സൈസ് നോർമലിൽ നമുക്ക് അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 16 20 22 26 28 32. അപ്പൊ നമുക്ക് 16 തൊട്ട് 32 വേണ്ടാത്തവർക്ക് നമുക്ക് നോർമലിൽ വന്ന സെലക്ഷൻ. മറ്റേതാകുമ്പോൾ 9 പീസ് എടുക്കണം നിർബന്ധമുണ്ട് കേട്ടോ. അട്ടിയായിട്ട് എടുക്കണം. അതിന്റെ എന്തായാലും നമുക്ക് ബൾക്ക് എത്രയാന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. 20 നമുക്കിപ്പോ 16 32 ആണ് നമ്മൾ പറഞ്ഞ സൈസ് വന്നത്. ഇപ്പൊ നമുക്ക് വന്നേക്കണ 20 32 വന്നിട്ടുണ്ട്, 22 32 വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സൈസ് 16 20 വേണ്ടാത്തവർക്ക് നമുക്ക് 20 32 22 32 നമുക്ക് ബോക്സ് ഐറ്റം ട്രഡീഷണൽ അങ്ങനെ കൂടി നിങ്ങൾ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെയുണ്ട്. ഇത് ട്രഡീഷണലിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രത്യേകത നമ്മൾ കാണണ്ടേ.
ഇതാണ് ഇതിന്റെ ഒരു സ്ലീവ്. ഈ സ്ലീവ് അടിപൊളിയാണ് കേട്ടോ അല്ലേ, കുറച്ച് വ്യത്യാസമുണ്ട്. കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ലീവ് ഉണ്ടോ. ഈ സ്ലീവ് നോർമലി എല്ലായിടത്തും ഇല്ലേ, ഇതൊക്കെ ഇവരുടെ ഓൺ ക്രിയേറ്റിവിറ്റി, ഓൺ ഇത് നമുക്ക് എന്തൊക്കെ നമുക്ക് ട്രഡീഷണൽ വെയറിൽ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ നമ്മൾക്കുണ്ട്. പിന്നെ നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ എന്തൊക്കെ ട്രഡീഷണൽ വെയർ, പക്ഷേ ട്രഡീഷണൽ വെയർ എന്ന് പറയുമ്പോൾ സാധാരണ വിഷു, ഓണം ഇതിന് മാത്രമല്ല പോകും. ഇല്ല, നമുക്ക് 365 ദിവസം നമുക്ക് ഇതിന്റെ തന്നെ പരിപാടിയാണ്. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ, ഇത് മാത്രമേ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ ട്രഡീഷണൽ വെയർ, അതും ട്രെൻഡി അനുസരിച്ചിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. 365 ഡേയ്സ് ഇവിടെ സെയിലുണ്ട്. 365 ഡേയ്സ് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടോ? ഉണ്ട്. കണ്ട, സാധാരണ എല്ലായിടത്തും 365 ഡേയ്സ് അങ്ങനെ പ്രൊഡക്ഷൻ വരാറില്ല, കാരണം ഇതൊരു ട്രഡീഷണൽ ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ എപ്പോഴും നമുക്ക് പ്രൊഡക്ഷൻ നടക്കേണ്ടത്, എപ്പോഴും സെയിൽസ് നടക്കേണ്ടത്. റീസൺ എന്താണെന്നറിയോ? വിഷുവിനും ഓണത്തിനും മാത്രമല്ല, ഏതൊരു ഫംഗ്ഷനും അല്ലേ, എല്ലാ ഏത് പരിപാടിക്കായാലും പരവാസ്തുലി കാര്യങ്ങൾ അല്ലെങ്കിൽ പിള്ളേരുടെ നൂലിയെട്ട് സ്കൂളിലെ പരിപാടികൾക്ക് നമുക്ക് അത്യാവശ്യം പോകുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാ ഫംഗ്ഷന് സാധാരണ കേരളത്തില് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ വരെ ഇട്ടില്ലെങ്കിൽ നമ്മളും മലയാളികൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ആ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതൊരു ട്രെൻഡി അല്ലേ നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് 1632 പോലെ തന്നെ നമുക്ക് ഇതിന്റെ നമുക്ക് 3440 വരുന്നുണ്ട്. ഇതല്ല ഇപ്പൊ നമ്മൾ അവിടെ കണ്ടത്. അത് തന്നെ നമുക്കിപ്പം 10 വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ 15 വയസ്സുള്ള കുട്ടികൾ നമുക്ക് ഇതിന്റെ തന്നെ വലുത് നമുക്ക് വരുന്നുണ്ട്. സെയിം മോഡൽ തന്നെ. ഇതിപ്പോ നമ്മളവിടെ ഡമ്മിൽ കണ്ടത് അത് വലിയ സൈസ്, അതിന് തന്നെ ചെറിയ സൈസ്. ഇത് ക്രോപ്പ് ടോപ്പ്. ഇത് ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ടാ വരുന്നത്. ഇതിന്റെ സിംഗിൾ കളറാ വരുന്നത്. നമുക്ക് ഇത് നമുക്ക് വലിയ മോഡൽ കണ്ടാലോ? പിന്നെ വലിയ മോഡൽ ഇനി കാണണല്ലോ. വലിയ മോഡൽ കാണിക്കാനായിട്ട് നമുക്ക് ഇവനെ പിടിച്ചാലോ? അവനെ പിടിച്ചു. ഇവന്റെ പേരെന്താന്നൊന്നും ചോദിച്ചു. അയ്യോ, നിന്റെ പേരും ചോദിച്ചു. സോണിയ ഹൈട്ടാ. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നാന്ന് പറഞ്ഞ ഡയലോഗൊക്കെ ഇനി പഠിച്ചിട്ട് വരാം ഞാൻ. ഇനി ഇവന്റെ പേരെന്താ? ഇവൻ മലയാളി അല്ല കണ്ടിട്ട്. ഞാൻ ഹിന്ദിയാ, പക്ഷെ എനിക്ക് മലയാളം പറ്റുള്ളൂ. ഇവിടെ ട്രഡീഷണൽ ആകുമ്പോ മലയാളം തന്നെ പറയണം. മലയാളം കിട്ടില്ലേ? കുറച്ച് മനസ്സിലായില്ല, കുറച്ച് പറയണം. പറയും എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റീസ്. നമുക്ക് വലിയവർക്കുള്ള കളക്ഷൻസ് ഒന്ന് കാണിച്ചെന്നേ. ഇത് സെയിം ഇത് തന്നെയല്ലേ? ഇത് ചെറിയ സൈസ്, ഇത് വലുത്. ഇത് 34-40 സൈസ്. അതൊന്നും തുറന്നു കാണിച്ചേ. അപ്പൊ ഇത് ചെറിയ സൈസ് ആണെങ്കിൽ ഇത് വലിയ സൈസ്. അതിന്റെ ഫ്ലീറ്റ്, അതിന്റെ ഫ്ലയർ ഒക്കെ നോക്കിയേ. ഓഹോ, സൈഡിൽ സിബ് ഉണ്ട്. ഇത് സിബ് വലിയവർക്കാകുമ്പോ സൈഡിൽ സിബ്, എല്ലാത്ത സിബ് ഉണ്ട്. ഓക്കെ, വലിയവർക്കാണെങ്കിൽ സൈഡ് സിബാ വരുന്നത്, കുട്ടികൾക്കാകുമ്പോ ബാക്ക് സിബാണ് വരുന്നത്. രണ്ടിന്റെയും ഡിഫറൻസ് എന്താണ്? ഇതൊന്ന് പിടിച്ച്. വലിയ സൈസ് എന്താ ലുക്കില്ലേ, ക്രോപ്പ് ടോപ്പ് ഇപ്പോഴത്തെ സ്റ്റൈല്. ഇത് വേണമെങ്കിൽ ഇപ്പൊ പാവാട ഇല്ലെങ്കിലും നമുക്കൊരു ബ്ലൗസ്, സാരിക്ക് ബ്ലൗസ് ആയിട്ട് വേണമെങ്കിൽ 34-40 ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇതിൽ തന്നെ. പിന്നെ സാരി ബ്ലൗസ് പോലെയാണ് ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഇത് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് സാരിക്ക് ബ്ലൗസ് ആക്കാം അല്ലേ? അങ്ങനെ ഇത് അജ്രക്ക് ബ്ലൗസ് ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ കാണിക്കണം നല്ലത്. എനിക്കൊന്ന് വെച്ച് കാണിക്കണമെന്നുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് മാറിയാൽ ഞാൻ എൻ്റെ ഹൈറ്റ് ഒന്ന് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കട്ടെ. ഇതൊന്ന് അയ്യോടാ, ചെറിയ കുട്ടികൾ. ഇത് 40 ആണോ? 34. വെറുതെ അല്ല, എനിക്ക് പാകാവേണ്ടത്. എനിക്ക് 40 വേണം, അല്ലാണ്ട് പാകാവില്ല. ഇത് എത്രയാ? ഇത് സൈസ് ഇതും 34 ആണ്. ഒരെണ്ണം വെച്ചോ നോക്കട്ടെ. അതിന്റെ ലെങ്ത്, അതിന്റെ ആ ഒരു ഫ്ലയറും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ട, പെർഫെക്റ്റ് ഫിറ്റിംഗ്. അതുപോലെ തന്നെ വിത്ത് ഡ്രോ സ്ട്രിങ്ങോട് കൂടിയിട്ട് പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ട്. ഇനി ഇതിന്റെ ടോപ്പ് ഏതാ പറഞ്ഞത്? ഇതല്ലേ? ഇവന്റെ പേരും ചോദിക്കാൻ വിട്ടുപോയി. റംജാൻ അലി. അതിന്റെ ടോപ്പ് എടുത്തേ. നീ ഇത് പാവാട ഒന്ന് വെച്ചോ നോക്കട്ടെ, ഒരു ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിക്കണ്ടേ. അപ്പൊ ആക്ച്വൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതില് പിടിച്ചോ. കണ്ടാ, ട്രഡീഷണലിൽ തന്നെ ട്രെൻഡി കളക്ഷൻസ് കണ്ടോ, ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടെന്ന്. അപ്പൊ സൈസ് 40 സൈസ് വരെ അവൈലബിൾ ആണ്. 40 സൈസ് വരെ അവൈലബിൾ ആണ്. ഈ 40 സൈസ് വരെ എന്ന് പറയുമ്പോ എത്ര പീസ് ഉണ്ടാവും അതിൽ? എന്ന് വെച്ചാൽ 4 സൈസും 4 പീസ് വരുന്നത്. 4 കളർ മിക്സ് വരും. നമുക്ക് ഇപ്പൊ ഇത് സിംഗിൾ കളർ വരുന്നത്. ഒരു മിനിറ്റ് പറഞ്ഞു. ഇത് നമുക്ക് സിംഗിൾ കളർ വരുന്നത്. ചില മോഡൽ നമുക്ക് 4 കളർ വരുന്നുണ്ട്, 4 സൈസോ വരുന്നത്. അപ്പൊ 34 to 40, 34, 36, 38, 40 അങ്ങനെ 4 പീസിന്റെ ഒരു സെറ്റ് ആണ്. 4 കളർ മിക്സ് ആണ് വരുന്നത്. അപ്പൊ 4 പീസിന്റെ ഒരു സെറ്റ്. കാരണം ഇത് ഹോൾസെയിൽ ആണ്. ഇനി അടുത്തൊരു എംബ്രോയിഡറി വർക്ക്, കളർ മിക്സ് ഉണ്ട്. ഇതൊക്കെ നല്ല എന്താ പറയാ, അതിന്റെ ഉള്ളിൽ ആ ഒരു ലൈനിങ്ങിന്റെ തുണിയിൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഡബിൾ ലെയറിലൊക്കെ. എന്ന് വെച്ചാൽ ഇട്ടാലും നൈളം അടിക്കില്ല. മൊത്തം 4 ലെയർ ആയിട്ടല്ലേ വരുന്നത് അല്ലേ? അതും ക്വാളിറ്റി അടിപൊളിയാണ്. പക്ക കോട്ടന്റെ മെറ്റീരിയൽ ആണ്. ലൈനിങ്ങും കൂടി വന്നിരിക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യത്തില് പ്രിൻസ് പെട്ട് അവിടെ പിന്നാക്കല്ല, കോംപ്രമൈസ് ഇല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ അല്ലേ?
കണ്ടോ, ഇതാണ് ബ്ലൗസ്. ഇതാണ് ബ്ലൗസ്. കളർ മിക്സ് വരും, ഒരു 4 കളർ മിക്സ് ഉണ്ട് ഇതില്. ഇതിലല്ലേ, ഇതും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോണ സംഭവമാണ് കേട്ടോ. വെൽവെറ്റിൽ ഫുള്ളി ഇങ്ങനെ ജിക് ചാക്ക് വേണമെന്ന് പറയുന്നവർക്ക് അങ്ങനെ ഒരു രീതിയിലാണ് ഇതിന്റെ കളക്ഷൻ വരുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കാണ് കേട്ടോ. കളക്ഷൻസിന്റെ ഒരു കുറവുമില്ല. ഇതൊക്കെ പെൺകുട്ടികളുടെ പ്രിന്റ്, നമ്മൾ നോർമൽ കാണുന്ന ഒരു പ്രിന്റഡ് ഐറ്റംസ്, അതും ഇവിടുന്ന് തന്നെയാണ് പോണ. പല കളർ മിക്സ് വരും, ഒരു 4 കളർ മിക്സ് ഉണ്ട്. 4 കളറ് ഇതില് ഒക്കെ ക്രോപ്പ് ടോപ്പ്. ഇപ്പൊ ഒക്കെ ക്രോപ്പ് ടോപ്പ് ആയില്ല, പണ്ട് ലെങ്തി ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ അല്ലല്ലോ, കാലത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഇനി എന്ത് ട്രെൻഡ് വരും അതും ഇവിടെ കിട്ടും. അപ്പൊ നമ്മുടെ ശരിക്കും ലൊക്കേഷൻ എവിടെയാ? ലൊക്കേഷൻ മേനക മാർക്കറ്റ് റോഡ്, ക്ലോത്ത് ബസാർ. ക്ലോത്ത് ബസാർ. ഇനി ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട്. ബസ് വഴിക്ക് വരാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിന്റെ അവിടേക്ക് ഇറങ്ങാം. അവിടുന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ക്ലബ്ബ് റോഡ് വഴിക്ക് കയറാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് റോഡ് വഴിക്ക് ആയാലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് റോഡിലേക്ക് എത്താം. അല്ലെങ്കിൽ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ കൂടെ ആണെങ്കിൽ നമുക്ക് ക്ലോത്ത് ബസാർ വഴിക്കായാലും മാർക്കറ്റ് റോഡിലേക്ക് കയറാം. ഒന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ബ്ലൂ ഡയമണ്ട് ഹോട്ടലാണ് തൊട്ട് ഓപ്പോസിറ്റ്. തൊട്ട് സൈഡിലാണെങ്കിൽ നമുക്ക് മോഹൻ ഗസ്റ്റ് ഹൗസ്, മോഡേൺ ഗസ്റ്റ് ഹൗസ് ആണ് തൊട്ടപ്പുറത്ത്. അപ്പോൾ ഈ 2 ഹോട്ടലിന്റെ പേര് ചോദിച്ചിട്ട് വന്നാലും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം പ്രിൻസ് പട്ടുപാവാടയുടെ പുതിയ ട്രെൻഡി കളക്ഷൻസ് നമുക്ക് കാണാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിംഗിൾ കളർ മുകളിലായാലും അതന്നെ സെയിം. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? വാട്സപ്പ് കോൾ ചെയ്തിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് അതിലും മേടിക്കാം അല്ലേ? വീഡിയോ കോൾ ചെയ്തിട്ടായാലും നമുക്ക് ആ ഒരു ഓപ്ഷൻസ് നമുക്ക് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കൂട്ടിൽ കയറാം അല്ലേ? എന്താണ് നീ പറയ് ഉഷാറായിട്ട്. ഇനി എന്താണ് ഇത് കണ്ടു നമ്മള്? ഇത് ഷർട്ട് മുണ്ട് ജുബ്ബ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ? ഇത് മുന്നേ ഒരുപാട് ഡിസൈൻ ഉണ്ട്, വേറെ ഡിസൈൻ ഉണ്ട്, 34-40 ഡിസൈൻ. ഇതിലിപ്പോ കോട്ടൺ വരുന്നുണ്ട്, ടിഷ്യൂല് വരുന്നുണ്ട്. ഇതിപ്പോ കോട്ടണിലാണ് ഫുള്ള്. ഇതില് ബ്ലൗസ് വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് ആ ബ്ലൗസിന്റെ ഫിനിഷിംഗ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഫിനിഷിങ്. അതുപോലെ തന്നെ ആ ഒരു പെർഫെക്ഷൻ നോക്കിയാൽ ഒരു ഫ്ലീറ്റിന്റെ പെർഫെക്ഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ സൈസിൽ വരുന്നത് അല്ലേ? വലിയ സൈസ്. വലിയവർക്കുള്ള അജ്രക്ക് അല്ലേ? നമ്മൾ ചെറിയ കുട്ടികൾക്കുള്ളതാ കണ്ടിരിക്കണത്. ഇതിപ്പോ ആകുമ്പോ ടിഷ്യൂലാ വരുന്നത് കേട്ടോ. ടിഷ്യൂല് ബ്ലൗസ് ഇതില് സിംഗിൾ കളർ. അങ്ങനെ അതും ആ ഒരു പ്രിൻസ് പട്ടുപാവാട എന്ന് പറഞ്ഞാൽ പ്രിൻസസ് കട്ടിലാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് വന്നിരിക്കുന്നത് കേട്ടോ. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വാളിറ്റിയും ഫിനിഷിങ്ങും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കി എന്താ രസം ഫിനിഷിങ്ങിനെ കുറിച്ചിട്ട്. ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ഫിനിഷിങ്ങിനെ കുറിച്ചിട്ട്. അടിപൊളി. ഇത് 34-40 സൈസിൽ സിംഗിൾ കളറിൽ വരുന്നത് കേട്ടോ. ഓക്കെ. ഇത് എന്നുവെച്ചാൽ നാളെ എന്തെന്ന് നമുക്കില്ല, ഇവിടെ ഒക്കെ ട്രഡീഷണൽ. പക്ഷെ എന്താണ് ട്രെൻഡ് നടക്കണേ അല്ലേ, അത് കിട്ടില്ലേ? എത്ര മണി വരെ ഉണ്ട് ഷോപ്പ് നമുക്ക്? മോർണിംഗ് 9:30 ഓപ്പൺ, പിന്നെ ഈവനിങ് 8 o'clock ക്ലോസ്. 8 o'clock ക്ലോസ്. പക്ഷേ സീസൺ സമയമാകുമ്പോൾ സൺഡേ ഓപ്പൺ അല്ലേ? സൺഡേ ഓപ്പൺ ആണ്. അല്ലെങ്കിലോ സൺഡേ ഓപ്പൺ ആണോ? ഇല്ല സീസൺ ആയതുകൊണ്ട് സൺഡേ ഓപ്പൺ ആണ് കേട്ടോ. അപ്പൊ ഇത് പെൺകുട്ടികളുടെയും വലിയവർക്കുള്ളതും. ഇത് എംബ്രോയിഡറി വർക്ക് 34-40. ഇതാണ് സിംഗിൾ കളർ. ഇത് കളർ നോക്ക്, പേസ്റ്റൽ ഷെയ്ഡിലും ആ ഒരു എന്താ പറയുക ടിഷ്യൂ ആയാലും അതിന്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. എംബ്രോയിഡറി വർക്ക് ഉണ്ട്. അതെ, ഇതിന്റെ ഒരു സോഫ്റ്റ്നെസ് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ടിഷ്യൂ ആയാലും അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. നല്ല കളർ ഷെയ്ഡ് അല്ലേ? എല്ലാ പെണ്ണുകൾക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ് സിംഗിൾ ഷെയ്ഡില്. ഇതാ അപ്പൊ അടുത്തത് എടുത്തു. അത് അതിനേക്കാളും അടിപൊളി ഷെയ്ഡ് ഇതൊക്കെ എടുക്കണോ? സിംഗിൾ കളർ. സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ ഉണ്ട്, കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഉണ്ട്. കോട്ടൺ വേണോ ടിഷ്യൂ വേണോ ഏതൊരു മെറ്റീരിയലും അവൈലബിൾ ആണ്. ഒക്കെ ഈ ഒരു രീതി പാറ്റേൺ ആയിരിക്കും കൂടുതൽ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ? എത്ര കൊല്ലം ഉണ്ട് എക്സ്പീരിയൻസ്? കടർ നീ വന്ന എക്സ്പീരിയൻസ് അല്ല, കടർ എക്സ്പീരിയൻസ്. 35 വർഷത്തെ എക്സ്പീരിയൻസ്. അങ്ങനെ ഇതാണ് കേരള മോഡൽ. നമ്മുടെ കേരള ട്രഡീഷണൽ വെയർ കോട്ടണില് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട്, അതും ആ ഒരു പ്രിൻസസ് കട്ടിലാണ് വരുന്നത്. പിന്നെ ഇവരുടെ ടാഗും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ, പ്രിൻസ് പട്ടുപാവാട. അപ്പോൾ ഇതായി ഒരെണ്ണം. ഇത് ക്രോപ്പ് ടോപ്പിൽ തന്നെ ട്രഡീഷണൽ വെയറിൽ തന്നെ നമുക്ക് ക്രോപ്പ് ടോപ്പ് സ്റ്റൈലിൽ വരുന്ന ഐറ്റംസ്. അജറക്കില് ഇത് കുട്ടികൾക്കുള്ളത് നമ്മൾ നേരത്തെ ഫസ്റ്റിൽ കണ്ടു അല്ലേ? ഇത് വേറെ ഡിസൈൻ വേറെ. അജറക്കിന്റെ സെയിം ആ ഒരു മോഡലിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ വലിയവർക്കുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര ഫസ്റ്റ് സൈസ് എത്ര വരുന്നത്? 16 to 32 വരെ. പിന്നെ 34-40. ഇതാണ് നമ്മുടെ നോർമൽ ആയിട്ട് 2 പീസിന്റെ കളക്ഷൻസ്. ഇനി ഇവിടെ കുറെ ഉടുപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ ഉടുപ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ജനിച്ച കുട്ടികൾക്കൊന്നും കണ്ടില്ലല്ലോ. ഒരുപാട് ഡിസൈൻ ഉണ്ട്. കാണിച്ചാറാം. എനിക്കാക്കണല്ല, എന്താ ചെയ്യാ?
അജറക്ക് ഷർട്ട് മുണ്ട് സെറ്റ് ഉണ്ട്, കളർ മിക്സ് ഉണ്ട്. ഇത് 1 to 5, 6 to 10 വരെ സൈസ്. ഇത് തുണി അടിപൊളി കേട്ടോ, നോർമൽ തുണി പോലെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ആഹോ എന്താ രസമല്ല, കുട്ടികൾ ഇട്ട് നിൽക്കണ കാണുമ്പോൾ തന്നെ. ഇത് ആൺകുട്ടികളുടെ കേട്ടോ മുണ്ട്. ഇത് ഒട്ടിക്കണതാണ് അല്ലേ, വെൽക്രോ വെൽക്രോട്ടാ. അതുപോലെ തന്നെ ഒട്ടിക്കാത്തതും ഉണ്ടോ? ഒട്ടിക്കണത് മാത്രമേ ഉള്ളൂ, അതാണ് സേഫ്. കുട്ടികൾക്ക് ഊരി പോകുന്നുള്ള പ്രശ്നം വേണ്ടല്ലോ. എന്തായാലും ഈ അജ്രക്കിന്റെ ഇതൊക്കെ എപ്പോഴും ട്രെൻഡാണ്, എപ്പോഴും ട്രെൻഡാണ്. ആ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതല്ലാത്ത ജുബ്ബ. അപ്പൊ ഷർട്ടില് വരുന്നുണ്ട്, ജുബയിലും വരുന്നുണ്ട്. രണ്ടുമുണ്ട്. ഇത് പിടിച്ചേ, ഇതാണ് ജുബ്ബ. അപ്പൊ കളർ മിക്സ് വരും. ഇതിന് 1 to 5, 6 to 10 വരെ സൈസ്. അപ്പൊ ഇങ്ങനെ ഷർട്ട് മോഡൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ഇത് ജുബ്ബ മോഡൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. സൈസ് ലാസ്റ്റ് 1 to 5, 6 to 10. അപ്പൊ 10 സൈസ് വരെ അവൈലബിൾ ആണ്. ഇനിയിപ്പോ മുണ്ട് മാത്രമായിട്ട് അങ്ങനെയും കിട്ടുമോ? മുണ്ടുണ്ട്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. ഇതാ ഇവിടെ എഴുതിയിരിക്കണത്, ബ്രാൻഡ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല, എന്നാൽ ട്രെൻഡിനോടൊപ്പം ഞങ്ങൾ ഉണ്ട് താനും. കണ്ട, ഇതാണ് കളക്ഷൻസ്. ഇതപ്പോ ആൺകുട്ടികളുടെ കളക്ഷൻ. പ്ലെയിനും ഷർട്ട് മുണ്ട് സെറ്റ് നോർമലായിട്ട് വരുന്നത്. നോർമൽ മീൻസ് വേറെ കളറൊന്നുമില്ല, ആ ഒരു പ്ലെയിൻ ഷെയ്ഡ്, സിംഗിൾ ഷെയ്ഡില് ഷർട്ട് വിത്ത് പോക്കറ്റോട് കൂടിയിട്ടാണ്. ഇത് 1 to 5, 6 to 10, 10 വരെ സൈസ്. 10 വരെ സൈസ്. ഓക്കെ. ഇത് ഗോൾഡൻ, അത് കോപ്പറിൽ ഇങ്ങനെയായിരിക്കും കേട്ടോ ലുക്ക് വരുന്നത്. ഇത് കോപ്പറിൽ വരുമ്പോൾ ഇങ്ങനെ, ഇതിങ്ങനെ ശരിക്കും ഒട്ടിക്കണം, നല്ല കുട്ടികൾക്ക് കാണുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഇതിന് മുകളിൽ ഷർട്ട് വെച്ച് കണ്ട എന്താ രസമല്ലേ, കുട്ടികൾ ഇങ്ങനെ ഇട്ട് നിൽക്കുമ്പോൾ ലുക്ക് അതാണ്. അപ്പൊ ഇത് ആൺകുട്ടികളുടെ ഇപ്പൊ ജുബ്ബ ഉണ്ട്, ജുബ്ബ മാത്രം. ഇത് 1 to 5, 6 to 10, 10 വരെ. ഓക്കെ. അപ്പൊ ജുബ്ബ മാത്രമായിട്ട് അങ്ങനെയുണ്ട്, ജുബ്ബ മുണ്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത്, ജുബ്ബ മാത്രമായിട്ട് ജുബ്ബയുണ്ട്, ഷർട്ട് മാത്രമായിട്ട് ഷർട്ട് ഉണ്ട്, മുണ്ട് മാത്രമായിട്ട് അങ്ങനെ ഉണ്ട്, ഷർട്ട് മുണ്ടായിട്ടുള്ളതുണ്ട്, ജുബ്ബ മുണ്ടായിട്ടുള്ളതുണ്ട് അല്ലേ? ഞാൻ പഠിച്ചു. കണ്ട, ഇത് കണ്ട, ജുബ്ബ മാത്രമായിട്ടുള്ളത്. അത് പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനിലുണ്ട്, പ്രിന്റിൽ വേണമെങ്കിൽ പ്രിന്റിലുണ്ട് അല്ലേ? ഇനി ഈ പ്രിന്റ് ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ വാഷ് ചെയ്ത് അങ്ങനെ കംപ്ലൈന്റ് വരാറുണ്ടോ? ആ കാര്യത്തിൽ ഞങ്ങളുടെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കണ്ട, ഒരു കംപ്ലൈന്റും ഇല്ല, അത് 100% ഉറപ്പ്. പ്രിന്റുകൾ മാറി മാറി കിട്ടും കേട്ടോ, ഏത് മോഡൽ പ്രിന്റ്. കണ്ട, പ്രിന്റുകൾ ഇഷ്ടം പോലെ പ്രിന്റ്സ് അവൈലബിൾ ആണ്. എന്താ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടെന്ന്. പ്രിന്റുകളുടെ സെയിം ആ ഒരു ടിഷ്യൂന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. കുറേ പ്രിന്റ് ഉണ്ട്. അതെ, എന്തൊക്കെ പ്രിന്റ് വേണമെന്ന് വെച്ചാൽ എല്ലാതെ അവൈലബിളാ. എന്തോരം പ്രിന്റ് അല്ലേ ഉണ്ണികൃഷ്ണന്റെ തന്നെ. ആഹാ, ഇതൊക്കെ ഇപ്പൊ ജസ്റ്റ് കയ്യിൽ കിട്ടിയത് നമ്മൾ എടുത്ത് വെച്ചു എന്ന് മാത്രമല്ല, ഇനിയും പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ആൺകുട്ടികളുടെ കളക്ഷൻ. ഇനി ഇതിൽ തന്നെ നമുക്ക് പിന്നെ കളർ ജുബ്ബ ഉണ്ട്, അതും ഉണ്ടോ? അതുണ്ട്. അതെ, ഞാൻ അതില്ലാന്നാ വിചാരിച്ചത്. 1 to 5, 6 to 10 വരെ ഉണ്ട്. അതിലും ഇത് കളർ മിക്സ് വരും, ഒരുപാട് കളർ ഉണ്ട്. ഇത് എടുക്കുമ്പോ എങ്ങനെയാ എടുക്കേണ്ടത്? 1 to 5, 6 to 10. അല്ല, അതില് സെയിം കളർ അല്ലെങ്കിൽ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് കിട്ടും? സെയിം കളറിന്റെ ഡിഫറെന്റ് കളർ ഉണ്ട്. അല്ല, ഒരു കെട്ടില് എത്ര പീസ് ഉണ്ടാവും? 5 പീസ്. 5 പീസിൽ ഡിഫറെന്റ് കളർ ആണോ, സൈസ് ആണോ? ഒരേ കളർ ഡിഫറെന്റ് സൈസ്. ഒരു കളറിൽ തന്നെ ഡിഫറെന്റ് സൈസസ് ആണ്. കച്ചവടക്കാർക്ക് അറിയാം, സ്ഥിരം മേടിക്കുന്നവർക്കും അറിയാം എങ്ങനെയാണത്. പുതിയതായിട്ടുള്ള ഒരു അറിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് കളർ മിക്സ് വരും. ഇത് നോക്കിയാൽ ഇതിൽ ഒരു ചെറിയ പ്രിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് അങ്ങനെ അറിയില്ല, പക്ഷെ എന്നാലും നല്ല ലുക്ക് ആയിട്ടുണ്ട്. ആ ഒരു ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി. പിന്നെ ഷർട്ടിന്റെ ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയാണ്. പ്രിന്റ് മാറി മാറി വരും അല്ലേ? ഇനിയിപ്പോ അങ്ങനെ വേണ്ട, കുറച്ച് കളർഫുൾ ആവണമെന്ന് വെച്ചാൽ അതെ, എന്താ രസം എന്റെ പൊന്നു. നോക്കിയേ, കളേഴ്സ് അടിപൊളിയല്ലേ? പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, എന്തൊക്കെ കളേഴ്സ് വേണോ ഒക്കെ ഉണ്ടെന്ന്. അതൊക്കെ സിൽക്കി മെറ്റീരിയൽ ആട്ടോ. ഇതൊക്കെ തന്നെ ഇതൊക്കെ സിൽക്ക് മെറ്റീരിയലാണ്. കണ്ട, അപ്പൊ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. നോർമലി ഇപ്പൊ ഇതിന്റെ സ്റ്റോക്ക് ആണോ അവിടെ മൊത്തം ഇരിക്കുന്നത്? അത് ആ കാണുന്നത് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് നോക്കാം. കാരണം നമ്മൾ ഒരു സൈഡ് മാത്രം മുക്കിൽ പിടിച്ചിട്ടുള്ള അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഈ കാണുന്നത് മൊത്തം ഷർട്ടുകളാണ് അല്ലേ? ഇത് എത്ര സൈസ് തൊട്ട് എത്ര? 1 to 5, 6 to 10 വരെ. 6 to 10 വരെ. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ എന്താ? ഇത് നമ്മളിപ്പോ കണ്ടതല്ലേ? അവിടെ ഇത് വലിയൊരുക്കുള്ളതല്ലേ? 34, 40. പിന്നെ ഇത് ഇതായിട്ടുള്ള വരുന്നത് അല്ലേ? റെഡി ഇപ്പൊ വന്നിട്ടില്ല. പിന്നെ അല്ലാത്തത് ഇവർക്ക് വെയർ ഹൗസ് വേറെ ഉണ്ട്. നമ്മൾ പിന്നെ എന്താ പറയാ, സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. എന്തായാലും അങ്ങോട്ട് ഒന്ന് പോയി നോക്കിയിട്ട് ഇനി ബാക്കി കളക്ഷൻസ് ഒന്ന് അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് ഒന്ന് പോവാം. ഇതാ മുണ്ട് ആൺകുട്ടികളിൽ എന്തായാലും തീർക്കാം നമുക്ക്. ഇതാ ഇതില് പ്രിന്റുകൾ ആണെങ്കിൽ പ്രിന്റ് ഉണ്ട്, പല പ്രിന്റ്സ് അവൈലബിൾ അല്ലേ? ലെങ്ത്തും വ്യത്യാസം ഉണ്ട് കേട്ടോ. അതെ,
ലെങ്ത്തും വ്യത്യാസമുണ്ട്. നമ്മുടെ സൈസ് 1 to 5, 6 to 10, 11 to 15 വരെ. 15 വരെ മുണ്ട്. മറ്റേ ഷർട്ട് മുണ്ടില് അങ്ങ് 10 വരെയൊക്കെ നമ്മുടെ ഷർട്ട് 10 വരെ ഉള്ളൂ. മുണ്ട് 15 വരെ ഉണ്ട്. കണ്ടോ? അപ്പൊ ഇത് കടയിലൊക്കെ മേടിച്ച് വെച്ചോട്ടോ. നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പ്ലെയിൻ നോർമൽ കോട്ടൺ. നോർമൽ. അത് ഒട്ടിക്കുന്ന മുണ്ട്, ഡബിൾ മുണ്ട്. എനിക്ക് ഈ പ്രിൻസ് എഴുതിയത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ സാധാരണ ഇത് അജ്രക്ക് ജുബ്ബ. ഇതിന്റെ കൂടെ ജുബ്ബ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇങ്ങനെ 2 പീസ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ടിഷ്യൂന്റെ. അപ്പൊ എന്താ പറയാ, വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമുക്ക് ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് വെച്ചാൽ ബ്രദർ സിസ്റ്ററിന് ഒരേപോലെ ഡ്രസ്സ് വേണമെങ്കിൽ അങ്ങനത്തെ ഇടും. പക്ഷെ അങ്ങനെ വീട്ടുകാർ വന്നിട്ട് ഇവിടെ കിട്ടില്ല കേട്ടോ. ഇവിടെ ഹോൾസെയിൽ മാത്രം കിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് ആരാ റീറ്റെയിൽ മേടിച്ച് കൊണ്ടുപോകണവരെന്ന് വെച്ചാൽ അവരുടെ അടുത്തേക്ക് പോയി ചോദിച്ചാൽ മതി. നല്ല നല്ല കളക്ഷൻസ് അവൈലബിൾ അല്ലേ? ഇത് നമ്മുടെ ജുബ്ബ സിംഗിൾ കളർ. ഇതിലിപ്പോ ഇത് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഗോൾഡ് ഷെയ്ഡിലാണ് വരുന്നത്. പക്ഷെ ടോപ്പിന്റെ ജുബയുടെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഒക്കെ മാറി മാറി വ്യത്യാസങ്ങൾ. സിംഗിൾ കളർ. സിംഗിൾ കളർ. ഇപ്പൊ ഇത് പേസ്റ്റിലാണെങ്കിൽ വേറെ വേറെ കളേഴ്സ് കിട്ടില്ലേ? അതാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ സിംഗിൾ കളറിൽ ഇതിൽ തന്നെ കളേഴ്സ് ഇങ്ങനെ വേറെ വേറെ വരും. മുണ്ടാണെങ്കിൽ സെയിം ഇതേപോലെ തന്നെ വരാം. ഇനി പെൺകുട്ടികളല്ലേ ഇത് മൊത്തം. ഇത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ഒന്ന് സ്റ്റിച്ചിങ്ങും പ്രൊഡക്ഷനും ഒക്കെ കണ്ടത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ ഒന്നും അറിയണ്ടേ? പോയാലോ? നമുക്ക് ആ സ്റ്റിച്ചിങ് ഈ റോഡ് വരെ എന്തായാലും പോകാൻ പറ്റില്ല. ഇവിടെ അടുത്ത ഏതോ സിംസ്റ്റരിമുക്ക് ദൈവമേ പോവാൻ എന്തായാലും. ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി. ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ്. അതുപോലെ കുറേ സാധനങ്ങളൊക്കെ തയ്ച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇനി നമ്മുടെ അവിടേക്കൊക്കെ വരാനുണ്ട്. ഇവിടെ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ബൾക്കായിട്ട്. ഈ സംഭവങ്ങളൊക്കെ നമ്മളവിടെ കണ്ടതല്ലേ? ഫുൾ പാവാട ഇങ്ങനെ എത്ര ബൾക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ളത് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ? അപ്പൊ ഇത് പാവാടയാണ് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിന് ഇത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇത് അതിന്റെ ടോപ്പ് പോർഷൻ ആണ്. ശരിക്കും ഇങ്ങനെ കണ്ട ഒന്നും ഐഡിയ കിട്ടില്ല കേട്ടോ. കറക്റ്റ് ആ ഒരു ലുക്ക് കാണണമെങ്കിൽ ഷോപ്പിലേക്ക് തന്നെ പോകണം. എന്നാലാണ് കറക്റ്റ് ആ ഒരു ഫൈനൽ തേച്ചിട്ടുള്ള ഒരു ലുക്ക് കാണിക്കുക. ഇതെന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ये फ्रंट ये बैक कौन सा है? ये बैक है. ഇത് ബാക്ക് സൈഡ് കേട്ടോ. കണ്ട ഇത് ബാക്ക് സൈഡ്. ഇതിന്റെ ലൈനിങ്ങും അതുപോലെ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഫിനിഷിംഗ് കണ്ട. ആ സ്റ്റിച്ചിങ്ങിന്റെ ഫിനിഷിംഗ് ആണ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത്രയും ഫിനിഷിങ്ങോട് കൂടി ബാക്ക് സൈഡിൽ ഉള്ളിൽ ഒരു ലൈനിങ് വരുന്നുണ്ട്. ഇത് അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ്. അതുപോലെ സെയിം തുണിയോട് കൂടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും റെഡിയേ റെഡി ആയിട്ടുള്ള ഐറ്റം നമുക്കൊന്ന് കാണിച്ചു തരാം. തുറന്ന് കാണിച്ചു തരാൻ പോവാണ്. ഇത് റെഡി ആക്കിയതാണ് ഇവര്. എന്താ ക്രോപ്പ് ടോപ്പ് ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻ കേട്ടോ. കേട്ടോ ഇതൊക്കെ ഞാൻ അയനിങ് ഒക്കെ ചെയ്ത് ആ ഒരു പാക്കിംഗ് സെക്ഷനിലൊക്കെ പോകുമ്പോഴേ കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് നിൽക്കും. ഇപ്പോൾ പെർഫെക്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ട്രിമ്മിങ് ആ സംഭവങ്ങളൊക്കെ നടക്കണം. അപ്പോൾ ഇതിൻ്റെ കുറേ ബൾക്ക് ഇതാ ഇവിടെ ഇരിക്കുന്നു. ഇത് ഫുൾ ബ്ലൗസിൻ്റെ അതിൻ്റെ തന്നെ പാവാട. ഇതൊക്കെ പാവാടകൾ അല്ലേ? ഇത് ഫുൾ പാവാടകൾ. എത്ര ബൾക്ക് വേണമെങ്കിലും കണ്ടോ. ഇതൊക്കെയാണ് സ്റ്റിച്ചിങ് നടക്കുന്ന ഏരിയാസ്. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് ആയി നമുക്ക് അയനിങ്ങിൻ്റെ ഒരു പോർഷനിൽ പോയി നോക്കിയാലോ. പിന്നെ ഇവിടെയാണോ ട്രിം ചെയ്യണേ? ഇവിടെ നമുക്ക് നോക്കിയാലോ. ഇതാ ഇത് സിംഗിൾ ഷെയ്ഡിന്റെ അല്ലേ? സിംഗിൾ ഷെയ്ഡിന്റെ മലയാളി അല്ലേ? ഇതെന്താ ചെയ്യണേ? ഇപ്പൊ ഇവിടെ ട്രിം ചെയ്യാൻ പാക്കിംഗ് ചെയ്യണേ? എന്താ ചെയ്യണേ? പാക്ക് ചെയ്യും. ഓക്കെ. ഇത് ട്രിം ചെയ്ത് സെറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്യുക. ഇതാണോ പാക്കിംഗ് ഇപ്പൊ ചെയ്ത് ഓക്കെ. ഇത് ഫുൾ പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ കവറിൽ ഇങ്ങനെ പാക്ക് ആ ഒരു പാക്കിംഗ് ഒരെണ്ണെടുത്ത്. ഇതാണ് ഇവരുടെ ഫൈനൽ പാക്കിംഗ്. ആക്ച്വലി ഈ സംഭവമാണ് ഈ കയ്യിലിരിക്കുന്നത്. ഇത് പിടിച്ച് ഞാനിത് തുറക്കട്ടെ. ഒന്നുകൂടി മറക്കേണ്ടി വരും. കുഴപ്പമില്ല. ഇത് പിടിച്ച്. ഇതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇത് അയനിങ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ഫ്ലീറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് വന്നത്. ഇതൊരു സിംഗിൾ ഷെയ്ഡിൽ കേട്ടോ. അപ്പോൾ കോൺട്രാസ്റ്റിൽ വേണമെങ്കിൽ കോൺട്രാസ്റ്റ്, സിംഗിൾ ഷെയ്ഡ് വേണമെങ്കിൽ സിംഗിൾ ഷെയ്ഡ്. വീണ്ടും മടക്കിക്കോട്ടോ. അപ്പോൾ പാക്ക് ചെയ്തത് അവിടെ തന്നെ വെച്ചോ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ എന്താ സംഭവം? അയണിങ്. ഇത് ഫുൾ അയനിങ്ങിൻ്റെ സെക്ഷൻ നോക്കാം നമുക്ക്. അയനിങ്ങിൻ്റെ സെക്ഷനിൽ നല്ല അടിപൊളിയായിട്ട് ഫ്ലീറ്റൊക്കെ നല്ല പക്ക ഫ്ലീറ്റോട് കൂടിയിട്ടാണ് ഇത് അയൺ ചെയ്ത സംഭവമാണ് ഇതിരിക്കുന്നത്. ഇത് കുറച്ച് ബൾക്കാവുമ്പോൾ നമുക്ക് ഇത് ഇവിടെ ഫുള്ളിങ്ങനെ നിറച്ച് വരും. ഒരാളിവിടെ ഇങ്ങനെ ഫുൾ രണ്ട് സൈഡും പാവാട തന്നെയാട്ടോ തേച്ചോണ്ടിരിക്കുന്നത്. ഇത് ടോപ്പിൻ്റെ പോർഷനാണ്. ഇനിയിപ്പോൾ ഇവരുടെ കട്ടിങ് ഭാഗമൊക്കെ നോക്കണം. എന്ത് രസമല്ലേ ഇത്. ഇതൊന്നും നമ്മൾ മുകളിൽ കണ്ടില്ലല്ലോ. മുകളിൽ മീൻസ് നമ്മുടെ ഇവിടെ കണ്ടില്ലല്ലോ ഷോപ്പില്. ഉണ്ടോ? ഞാൻ കണ്ടില്ലാത്ത പോലെ. എന്റെ ഓർമ്മ കുറവാണ്. കുറെ കളർ മിക്സ്. വേറെ കളറാവും കാണിച്ചിട്ടുണ്ടാവും. അതായിരിക്കും. ഓറഞ്ച് കണ്ടപ്പോ ഒരു പ്രത്യേകത ഇല്ലേ? നല്ല രസമില്ലേ ഇത്. വീണ്ടും ഇനി മടക്കേണ്ടി വരും.
എവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ കട്ടിങ് ആ ഒരു പോർഷൻ മുകളിലല്ലേ, ആ മുകളിൽ കട്ടിങ്, അടിയിൽ സ്റ്റോക്ക് വെക്കുന്ന സ്ഥലം, അങ്ങനെ 3 ഫ്ലോർ ആയിട്ടുള്ള വലിയ ബിൽഡിംഗ് ആണ് ഇത്. ആക്ച്വലി നമ്മുടെ ഷോപ്പിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമാണ്. അവിടെ ഒന്നും ഇതുപോലെ നമുക്ക് ഈ ഒരു യൂണിറ്റ് ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇനി നോക്കിയാലോ, മുകളിൽ പോയിട്ട് മുകളിലേക്ക് പോകാം. ഇത് നമ്മുടെ കട്ടിങ് ഏരിയ, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് വെക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇത്രയും ബൾക്കായിട്ടുള്ള സംഭവങ്ങളാണ് കട്ട് ചെയ്ത് നമുക്ക് പാവാടയായിട്ട് ഇടുന്നത്. കണ്ടോ എന്തോരം ഇങ്ങനെ. ഇത് ഫുൾ കട്ട് ചെയ്യാനുള്ളതും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും പിന്നെ ഇവിടെ കട്ട് ചെയ്യാൻ പോണത്. ഇത് പാവാടയ്ക്ക് വേണ്ടിയിട്ടാണ്. കണ്ടോ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പാവാടയ്ക്കാണെന്ന് മനസ്സിലായത്. ഇത് ഫുൾ ഇനി കറക്റ്റ് ലെവലാക്കണം അല്ലേ? എത്ര ലെയർ ഇടൂ? ഹിന്ദി പറഞ്ഞാൽ മതി. കിतना ലെയർ डालेगा इस पे? हाँ 54 ലെയർ ഇതുപോലെ ഇട്ടിട്ട് അതിൽ ഫുൾ കട്ടിങ് ആണ്. മേശയുടെ വലിപ്പം നോക്കിയാൽ അറ്റം തൊട്ട് ഈ അറ്റം വരെ. അപ്പം എന്തോരം പാവാടകൾ അതിൽ കട്ട് ചെയ്യാൻ പറ്റും. एट ए टाइम कितना स्कर्ट कट कर सकते हैं? हाँ इसमें कितना कट कर सकते हैं? हाँ 100 പല്ല. അപ്പൊ 100 പാനലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പാനൽ എന്ന് ഉദ്ദേശിക്കുന്നത് വൺ സൈഡ് അങ്ങനെ 2 സൈഡ് ഫ്ലീറ്റ് ഇട്ടിട്ട് അത് മൊത്തം അങ്ങോട്ട്. അത് എന്തായാലും അവരുടെ ടെക്നിക്കൊന്നും നമ്മൾ പറഞ്ഞു തരാൻ ആളല്ല. അപ്പൊ ഇതാണ് കട്ടിങ് മെഷീൻ, കട്ടിങ് ഏരിയ. ഇനി കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. വിഷു ആണ്, വിഷുവിനുള്ള ഇഷ്ടം പോലെ സ്റ്റോക്സ്, ഇനിയും പുതിയ ട്രെൻഡി കളക്ഷൻസ് ഇനിയും നമ്മുടെ ഷോപ്പിൽ വരാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി സ്റ്റോക്ക് വെക്കുന്ന സ്ഥലം അതിപ്പോൾ കാണിക്കാനൊന്നുമില്ല. ഒക്കെ തേച്ചും എനിക്ക് വെച്ചിട്ട് അതൊരു കവറിലാക്കി വെച്ചിട്ടുള്ള സംഭവമാണ്. ഇനി നമുക്ക് വീണ്ടും ഷോപ്പിലേക്ക് പോയാൽ വേറെ കുറേ കളക്ഷൻസ് കാണിക്കാൻ പോവാം. യൂണിറ്റിലൊക്കെ നല്ല പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഇതൊക്കെ കണ്ട് വെച്ചിട്ട് പോയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അവർക്കും കാണിച്ചു കൊടുത്തില്ല. അവർക്കും കാണിച്ചു കൊടുത്തിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് കുട്ടികളുടെ കാണിക്കണം എന്ന് പറഞ്ഞത്. കാണിച്ചേ. അപ്പൊ യൂണിറ്റിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞു. അത് ആ സംഭവങ്ങൾ വലിയ കുട്ടികൾ എന്ന് വെച്ചാൽ എപ്പോഴും പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കണ്ടു. ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും നമ്മുടെ കുഞ്ഞു കുട്ടികളെ നമ്മൾ എങ്ങനെ മറക്കും? അതിനുള്ള ഇതല്ലേ കുഞ്ഞു കുട്ടിയുടെ ബേബി ഫ്രോക്ക്. യെസ്, എന്ത് രസം നോക്കുക. കെട്ടുടുപ്പ് കണ്ട നല്ല. ഇതൊക്കെ എത്ര സൈസ് തൊട്ട്? 12, 14 സൈസ്. അപ്പൊ എത്ര ഏജ് വരയ്ക്കും നമുക്ക്? 1 മാസം, 3 മാസം, 6 മാസം. അങ്ങനെയായിരിക്കും ഇവിടെ അല്ലേ? കണ്ടോ ഹായ്, എന്ത് രസമാണ് നോക്ക്. ഇതിന്റെ വെറൈറ്റികളാണല്ലേ ഈ കണ്ടത് മൊത്തം. ഈ മോഡൽ ഉണ്ട് അങ്ങനെ. സിംഗിൾ കളർ വന്നു. ഓക്കെ. ഇതിന്റെ ഫ്ലയർ ഒക്കെ നോക്കിയാൽ കുട്ടികളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇടാൻ പറ്റില്ല. അല്ല ഇട്ടിട്ട് അങ്ങനെ കറങ്ങാനൊന്നും പറ്റില്ല. നമ്മൾ പിടിച്ച് കറക്കണം. എന്തായാലും കറങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിൽ കളർ മിക്സ് വരും. ഇതില് 3 കളർ ഉണ്ടാവും ഇതിൽ. ഓക്കെ. അപ്പൊ ഈ ഗ്രീനിന് പകരം വേറെ കളർ. അപ്പൊ അങ്ങനെ ഒരു കെട്ടില് 3-4 പീസ്. ഒരു കെട്ടില് ഒരു സൈസിൽ 5 പീസ്. 12, 5, 14, 5, 15, 5, അങ്ങനെ 5 പീസ്. ഓക്കെ. അപ്പൊ ഇത് കുഞ്ഞു കുട്ടികളുടെ 1 മാസം, 6 മാസം, 1 മാസം, 3 മാസം, 6 മാസം. 3 മാസം, 6 മാസം. അപ്പൊ കുഞ്ഞു കുട്ടികളെ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയവർക്കുള്ളതാണ് ഉടുപ്പുകൾ. ഇത്ര നേരം നമ്മൾ 2 പീസാണ് കണ്ടത്, നമ്മൾ നേരത്തെ കണ്ടത്. ഇനിയിപ്പോ ഉടുപ്പുകളാണ് ഈ മൊത്തം ഇരിക്കുന്നത്. ഇത് ഉടുപ്പ്. ഉടുപ്പിന്റെ റേറ്റ് ഒന്ന് കാണിച്ചെന്നേ. നമ്മുടെ ഉടുപ്പ് ഒരുപാട് ഡിസൈൻ ഉണ്ട്. കളർ മിക്സ് വരും. സിംഗിൾ കളർ ഉണ്ട്, കോട്ടൺ ഉണ്ട്, പോളിസ്റ്റർ മിക്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് കോട്ടൺ ആണ് വരുന്നത് അല്ലേ? ഇത് കോട്ടൺ. ഇതിന്റെ കളർ മിക്സ് വരും. ഇതിൽ 3 കളർ മിക്സ് ഉണ്ട്. 16, 18, 20 ഒരു കിറ്റ്, 22, 24, 26 അടുത്ത കിറ്റ്, 28, 30, 32 അടുത്ത കിറ്റ്. അങ്ങനെ കിറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത സെറ്റ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സെറ്റ് എടുത്ത മോളെ ഏതെങ്കിലും അപ്പോഴേക്കും നമുക്ക് അടുത്ത സാധനം നോക്കാം. ഒരു സെറ്റ്. അപ്പൊ അതെ ഇങ്ങനെയായിരിക്കും സെറ്റ് വരുന്നത് അല്ലേ? ഇങ്ങനെ ഈ ഒരു കവറിംഗ് പാക്കിങ്ങിലാണ് ഇങ്ങനെയാണ് വരുന്നത്. 20. ഇതിൽ കളർ മിക്സ് വരും. അതെ ഇങ്ങനെ ഒരു. അപ്പൊ അതിന്റെ ചോപ്പാണ് നമ്മളിപ്പോ കാണിച്ചത്. ഇതിന്റെ തന്നെ ഇനി 2 കളർ വേറെ ഉണ്ട്. അങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഇനി റേറ്റ് കാര്യങ്ങൾ അറിയണമെന്ന് വെച്ചാൽ നേരിട്ട് വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ട് വരാം. വീഡിയോ കോൾ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കെട്ട് തന്നെ എടുക്കണം. ഹോൾസെയിലാണ് കേട്ടോ. ഇതിന്റെ തന്നെ ഡിഫറെന്റ് തന്നെ ഇതാ. കളർ മിക്സ് ഉണ്ട്. ഓക്കെ. കോട്ടൺ വേണോ ടിഷ്യൂ വേണോ? എല്ലാം ഉണ്ട്. ഇല്ല എന്നുള്ളത് ഇല്ല ഇവിടെ ഒക്കെ ഉണ്ട്. ഫുൾ കോട്ടൺ. ഓക്കെ. ഇതാ ഇത് സിംഗിൾ കളർ. ഇങ്ങനെ ഇത് പക്ക ഒരു ട്രഡീഷണൽ, ഒരു കളറും ഇല്ല ഒന്നുമില്ല. നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ചോറൂണിന് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ എല്ലാത്തിനും പോകുന്ന ഒരു കളക്ഷൻ. പാല് കാച്ചലിന് എല്ലാത്തിനും. 3 കളർ മിക്സ് ഉണ്ട്. ഇത് സ്ലീവ് മെഗാ സ്ലീവ് കേട്ടോ. സ്ലീവ്ലെസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. ഈ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റും. കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ബൾക്ക് ഓർഡർ ഇത്ര പീസ് തന്നെ ഒരു ടൈം പീരീഡിൽ നമുക്ക് അത് ചെയ്ത് തരാൻ പറ്റും. ഇല്ലേ? ചെയ്തു തരാൻ പറ്റില്ലേ? പറ്റും. പറ്റില്ലെങ്കിൽ വിളിച്ചോ ചെയ്തു തരും. ഇത് പ്രിന്റിലാണ് കേട്ടോ. ടിഷ്യൂല് വരുന്നത്. അതിലും സിബ് വരുന്നുണ്ട്. ബാക്കിലാണ് സിബ്. കോപ്പർ എംബ്രോയിഡറി വരും. ഇതാണ് ട്രെൻഡ് കോപ്പറിന്റെ.
അതിന് വേറൊരു മോഡൽ വരുന്നുണ്ട്. ഇതാ വേറെ മോഡല് സ്ട്രൈപ്പില്. ഇതൊക്കെ സാരീസിലും നല്ല ഫേമസ് ആ. ഗോൾഡൻ ഉണ്ട്. ആ, ഇത് ഗോൾഡൻ, ഇത് കോപ്പർ. അതിന്റെ ഡിസൈൻ നോക്കുക, യോക്കിലത്തെ ഡിസൈൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇതാ ഡിഫറെന്റ് മോഡൽസ്. ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടെന്ന് ഒരെണ്ണത്തിൽ തന്നെ. അപ്പൊ ഇതിൽ നിന്ന് തെളിവ് മനസ്സിലായില്ലേ ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണെന്ന്. അല്ലെങ്കിൽ നമ്മൾ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടായിരുന്നു അങ്ങോട്ട്, അത് വേറെ വിഷയം. ഇതാണ് പോളിസ്റ്റർ മിക്സ്. ആ, ഇതാകുമ്പോൾ ഒരു യെല്ലോനെസ് കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കും, കുറച്ച് ഗ്ലേസിങ് കൂടുതലുണ്ടാവും. അതിന്റെ തന്നെ ഇത് നമ്മുടെ കോട്ട് മോഡൽ. ഇത് നല്ല രസമുണ്ടല്ലേ. കോട്ടൺ ഉണ്ട്, പോളിസ്റ്റർ മിക്സ് ഉണ്ട്, രണ്ടും ഉണ്ട്. രണ്ടും ഉണ്ട് അല്ലേ. പോളിസ്റ്റർ മിക്സ് എനിക്ക് ഈ മോഡൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതോ ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ആണ് നമ്മുടെ പ്രിൻസ് പട്ടുപാവാട എന്ന് പറയുന്നത്. അതൊരു ബ്രാൻഡിൽ നല്ല നല്ല ട്രെൻഡി കളക്ഷൻസ് ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ചിട്ട് ഇറക്കും. അതിന് നമ്മൾ പറയുന്ന ഡിസൈൻസും നമുക്ക് ചെയ്തുതരും. പക്ഷേ ഇത്ര ബൾക്ക് ക്വാണ്ടിറ്റി നമുക്കൊരു ടൈം പീരീഡ് ഇത് രണ്ടും വേണം, എന്നാൽ മാത്രം നമുക്ക് ചെയ്ത് തരാനുള്ള പറ്റുള്ളൂ. അല്ലാണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോക്സ് ഉണ്ട്. വെയർ ഹൗസിലും ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുട്ടികളെ നോക്കിയാൽ വെൽവെറ്റിൽ ഇതിൽ കളർ മിക്സ് വരും, 3 കളർ ഉണ്ട്. ഇങ്ങനെ വാവ് പാറ്റേൺ തന്നെ സെയിം ആ ഒരു ഇതിൽ തന്നെ കുറച്ച് വെറൈറ്റികൾ ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ ഫ്രോക്കാണ് കേട്ടോ, ഫ്രോക്ക് മോഡൽ. ഇതന്നെ കളർ മിക്സ് വരും. ഇത് കളറ് ഏത് കളർ വേണോ? അതെ, നീല വേണോ, ചുവപ്പ് വേണോ, പച്ച വേണോ, അങ്ങനെ കളേഴ്സും എല്ലാ കളറും ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇതിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. പ്രിന്റ് താഴെ പ്രിന്റ് ഉണ്ട്, അതിൽ സിംഗിൾ കളർ വരും. ഇത് ഇങ്ങനെ അല്ലേ. ഇത് പ്രിന്റ് കണ്ടോ, കറക്റ്റ് ആയിട്ട് ആ ഒരു ലുക്ക് കാണിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അടിപൊളി അല്ലേ. ഇതിന്റെ കോപ്പർ ഷെയ്ഡ്, ഇതിൽ കളർ മിക്സ് ഉണ്ട്. ഇതിലും വരുന്നുണ്ട്. ഇതിന്റെ ശരിക്കും ഇങ്ങനെ ലുക്ക് കാണാനല്ലോ, ബാക്ക് കാണുമ്പോൾ ഒന്നുകൂടി രസം. കണ്ടോ എന്ത് രസമാന്ന് നോക്കിയേ, ബാക്ക് ലുക്ക് കാണുമ്പോൾ അടിപൊളി കേട്ടോ. ഇത് നമ്മുടെ കളർ മിക്സ് ഉണ്ട്. വാവ്, കുട്ടികൾ ഇടുമ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് രസമായിരിക്കും. ഫുൾ ട്രഡീഷണൽ കളക്ഷൻസ് കേട്ടോ. കുട്ടികളുടെ ഉടുപ്പുകൾ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ടിഷ്യൂല് അടുത്ത പ്രിന്റ് കുറേ പ്രിന്റ്സ് അവൈലബിൾ ആണ് അല്ലേ. ഇഷ്ടംപോലെ പ്രിന്റുകൾ അവൈലബിൾ ആണ്. ഉടുപ്പ് വേണമെങ്കിൽ ഉടുപ്പ്, 2 പീസ് വേണമെങ്കിൽ 2 പീസ്, അങ്ങനെ ഫ്രോക്കിൽ ആണെങ്കിൽ ഫ്രോക്കിൽ വേണമെങ്കിൽ അങ്ങനെ. കളർ മിക്സ് കളർ ഇനിയിപ്പോൾ ഇത് അടിയിലേക്ക് വന്നിട്ട് ഇത് മുകളിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും ഉണ്ട്. ഇനി ഇത് മുകളിലേക്ക് അത് അടിയിലേക്ക് എങ്ങനെ വേണമെങ്കിലും. വാവ്, പേസ്റ്റൽ ഷെയ്ഡ് ഇത്തിരി ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുക അല്ലേ. ഇപ്പോൾ ട്രെൻഡ് കൂടുതലാണ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് കേട്ടോ. ഇത് നോക്കിയേ, ഇത് കുറച്ചുകൂടി വലിയ കുട്ടികളുടെ അല്ലേ. ഇത് എത്ര സൈസ് വരുന്നത്? 16 to 32 വരെ ഉണ്ട്. 32 ലാസ്റ്റ് സൈസ് നമുക്ക് ഫ്രോക്കിൽ 32 വരെ ഫ്രോക്കിൽ 12 തൊട്ട് 32 സൈസ് വരെ ഫ്രോക്കിൽ അവൈലബിൾ ആണ്. സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇനി വെറൈറ്റി ആയിട്ട് ഇത് വെറൈറ്റികൾ. ഇതിന്റെ തന്നെ വേറെ മോഡൽസ് കേട്ടോ. അതൊക്കെ കണ്ടോ, ഇതിന്റെ തന്നെ സെയിം ഒരു കോട്ടണിൽ തന്നെ വരുന്നത് കേട്ടോ. ഒക്കെ വീവിങ്ങിലാണ്. ഇത് വേറെ മോഡൽ, എന്തോരം മോഡൽസ് സെയിം ഈ ഒരു തുണിയിൽ തന്നെ വേണം നിങ്ങൾക്ക്. അതൊക്കെ ഉണ്ട് കേട്ടോ. യോക്കിൻ്റെ പല മോഡൽസ്. ഈ ഡിസൈൻ നോക്കിയാൽ അത് അതിനേക്കാളും വേറെ മോഡൽ, ഒരു ബോക്ക് വെച്ചിട്ടുള്ള ഒരു സംഭവം കേട്ടോ. കുട്ടികൾക്കപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. നമ്മൾ 1-2 പീസ് ഒന്നല്ല, കളർ മിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. അങ്ങനെയല്ല, അവൈലബിൾ സ്റ്റോക്ക് ആണ്. ഇത് കുറച്ചങ്ങനെ നീക്കേ. അടുത്ത എംബ്രോയിഡറി, അതാ എംബ്രോയിഡറി സ്ട്രൈപ്പില്. അത് ഡിസൈൻ വേറെ ഉണ്ട്. ഈ ഡിസൈൻ വേറെ, ആ ഡിസൈൻ വേറെ, രണ്ട് ഡിസൈൻ ആണല്ലേ. അപ്പൊ ഏത് മോഡൽ വേണമെങ്കിൽ ഉണ്ട്. റേറ്റ് ഒക്കെ നിസ്സാര റേറ്റ് ഉള്ളു, പക്ഷെ ഒക്കെ വിൽക്കാനുള്ള റേറ്റ് ആണ് കേട്ടോ നമുക്ക്. അപ്പൊ കച്ചവടക്കാർക്കാണെങ്കിൽ അടിപൊളി. ഇത് ചെക്ക് നമ്മുടെ സാധാരണ എനിക്ക് തോന്നുന്നത് കേരള മലയാളികളുടെ കട എന്ന് വെച്ചാൽ എല്ലാ കടയിലും ഒരുവിധം കേരള ട്രഡീഷണൽ കളക്ഷൻസ് ഉണ്ടാവും. അതൊരുവിധം എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. എന്തായാലും നമ്മൾ നേരം വൈകി വരാനായിട്ട് എന്തായാലും വന്ന സ്ഥിതിക്ക് അടിപൊളി കളക്ഷൻസ് കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രെൻഡി കളക്ഷൻസ് ആണ് അപ്പോൾ കാണിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ് വെറൈറ്റീസ് കണ്ടോ. ഇതൊരു വേറെ വർക്ക് ഒക്കെ നല്ല ലെങ്ത്തുള്ള കൂടുതൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലേ. ഇത് ഇതിന്റെ തന്നെ വലിയ 32 കുറച്ച് ലെങ്ത്തുള്ള ടൈപ്പ്. രണ്ട് ഡിസൈൻ. ഇത് ഒരു ഡിസൈൻ. ഒരു ഡിസൈൻ. ഇത് ഏത് ഡിസൈൻ? കളർ മിക്സ് വരും, ഒരു 3 കളർ ഉണ്ടാവും. പോളിസ്റ്റർ മിക്സ് വേറൊരു പാറ്റേൺ ആണ് ഇത്. ഈ ഒക്കെ അടിപൊളിയാണല്ലോ. പിന്നെ ഞാൻ സീരിയസ്ലി പറയാം, ഇവരുടെ ആ ഒരു ഫിനിഷിംഗ് ആണ് എനിക്ക് ഇഷ്ടമായത്. ആ ഒരു പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടു. നോർമലി അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഒരു ഫിനിഷിങ്ങിൽ കിട്ടാറില്ല. പക്ഷേ പ്രിൻസ് പട്ടുപാവാട ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് എവിടെ ഗോൾഡ് വരും, എവിടെ കളർ മിക്സ് വരും. കണ്ടോ, ഇങ്ങനെ കളക്ഷൻസിന് കുറവില്ല അല്ലേ. നല്ല കളക്ഷൻസ് ഉണ്ട്. ഉടുപ്പുകൾ കോട്ടൺ വേണോ, പട്ടിൽ വേണോ, ടിഷ്യൂല് വേണോ, അങ്ങനെയൊക്കെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ. നെക്കും ഡിഫറെൻ്റ് ആണ്. നമുക്ക് പല നെക്കുകളും അവൈലബിൾ ആണ് അല്ലേ. ഇത് ഇഷ്ടം പോലെ റൗണ്ട് നെക്കിൽ
അപ്പോൾ 32 സൈസ് വരെ അവൈലബിൾ ആണ്, 12 സൈസ് തൊട്ട്. ഇതാ കുട്ടികൾക്കുള്ള കളക്ഷൻസ്. ഇത് ഇവിടെ തീരുന്നില്ല, ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ബാക്കിലാണെങ്കിൽ മൊത്തം ഷർട്ട്സ്, അതുപോലെ തന്നെ എനിക്ക് ആ ഒരു ഡമ്മി ഭയങ്കര ഇഷ്ടമായി, നല്ല രസമായിട്ടുണ്ടാവും ആൺകുട്ടിയിൽ. അതെന്തായാലും നമുക്ക് നോക്കാം. മൊത്തം ഫ്രോക്ക് ഇത് കാണുന്നത് ഇപ്പൊ ഈ നമ്മൾ കാണിച്ച മൊത്തം ഫ്രോക്കിന്റെ കളക്ഷൻസ് ആണ്. ഇത് കാണിച്ചിരിക്കുന്ന മൊത്തം ഫ്രോക്കിന്റെ കളക്ഷൻസ് ആണ്. അപ്പുറത്താണെങ്കിൽ മൊത്തം 2 പീസിന്റെ ബോക്സ് ഐറ്റംസ്. ഇനി ഒരു മിനിറ്റ്, ഈ മൈക്കൊന്നും ഇങ്ങോട്ട് എടുക്കട്ടെ, നമുക്കൊന്ന് ഇങ്ങോട്ട് വാ. എന്നെ ചീത്ത വിളിക്കണേ, എന്നെ എന്തിനാ വിളിക്കണേന്ന്. ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ പാക്കിങ്ങും ഇങ്ങനത്തെ പാക്കിംഗ് ഉണ്ട്, രണ്ട് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താ? ബോക്സിലാകുമ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ബോക്സ് ആകുമ്പോൾ നിങ്ങളുടെ പ്രീമിയം പ്രീമിയം പാക്കിംഗ്, പ്രീമിയം പാക്കിങ്ങും ക്വാളിറ്റിയിലും വ്യത്യാസം വരുന്നുണ്ട്, സ്റ്റിച്ചിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. പാക്കറ്റിലാകുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലും വ്യത്യാസം വരുന്നുണ്ട്, റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട്. എന്നുവെച്ചാൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ബോക്സ് പാക്കിംഗ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും അതിൻ്റെതായിട്ടുള്ള സ്റ്റിച്ചിങ്ങും അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ പാക്കിംഗ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ നോർമൽ പാക്കിംഗ് ആണെങ്കിൽ ഇതിന്റെ തുണിക്കും വ്യത്യാസമുണ്ട്, സ്റ്റിച്ചിങ്ങിനും വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടാണ് തുണിക്കും ക്വാളിറ്റി. പക്ഷെ കാണുമ്പോൾ ഒക്കെ ട്രഡീഷണൽ രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ഇനി റേറ്റ് ചോദിച്ചാൽ റേറ്റിനും മാറ്റണ്ട. അത് പ്രീമിയം ക്വാളിറ്റിയുടെ റേറ്റ് ആയിരിക്കും, ഇത് നോർമൽ ക്വാളിറ്റി. എന്ന് വെച്ചാൽ ഇവിടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് പല രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് അവർക്ക് കുറഞ്ഞ ക്വാളിറ്റി വേണം, പിന്നെ നമുക്ക് ബ്രാൻഡിനോട് വരുന്ന ചോദിക്കുന്നവരുണ്ട്, ബ്രാൻഡേഡും ആയിട്ട് അങ്ങനെ. അപ്പൊ രണ്ട് രീതിയിലുള്ള കസ്റ്റമേഴ്സ് വരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലാണ് ഇവിടെ ഫുൾ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും കളക്ഷൻസിന് ഒട്ടും കുറവില്ല, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസ് പട്ട് പാവാട എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻസിൽ ട്രെൻഡി ആയിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്ന് പറയണത്. അപ്പൊ എന്തായാലും സഞ്ചരിച്ചു തുടങ്ങിയ അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ട് അപ്പൊ എന്നെയും കൂടി ഒന്ന് സഞ്ചരിപ്പിക്കുമോ? നമുക്ക് പോവാം ഒരുമിച്ച് സഞ്ചരിക്കാനായിട്ട്. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ വരുന്നത് നമുക്ക് എറണാകുളത്താണ്. എറണാകുളത്ത് മാർക്കറ്റ് റോഡിലാണ്. എക്സാക്ട് പറയുകയാണെങ്കിൽ ബസ് വഴിക്ക് വരാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോത്ത് ബസാർ വഴിക്കായാലും നമുക്ക് കയറി വരാം. അതേപോലെ തന്നെ നമുക്ക് പ്രസ് ക്ലബ് റോഡ് വഴിക്കായാലും കയറി വരാം. അപ്പോൾ മാർക്കറ്റ് റോഡിൽ ബ്ലൂ ഡയമണ്ട് ഹോട്ടലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഗസ്റ്റ് ഹൗസ് മോഡേൺ ഗസ്റ്റ് ഹൗസ്. ആ മോഡേൺ എന്നുള്ള പേര് എപ്പോഴും ഞാൻ മറക്കും. മോഡേൺ ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ട്രെയിൻ വഴിക്ക് വരാണെങ്കിൽ സൗത്ത് ആയാലും നോർത്ത് ആയാലും ഏതിലിറങ്ങിയാലും ഇത് നമ്മുടെ മാർക്കറ്റ് നടുക്കിലായിട്ടാണ്. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് വരുമ്പോൾ ജസ്റ്റ് ഈ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പേര് മാത്രം മതി, പ്രിൻസ് പട്ട് പാവാട അല്ലേ? ഏത് ഓട്ടോറിക്ഷക്കാരോടും അറിയാം. അപ്പം നമുക്ക് സഞ്ചരിച്ചാലോ? പോവാ, ഒരുമിച്ച് സഞ്ചരിക്കാം. വാ.